പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. തപാൽ പാർസലിൽ ഒമാനിലേക്ക് കടത്താൻ ശ്രമിച്ച 5.6 കിലോഗ്രാം ക്രിസ്റ്റൽ മെത്ത് മയക്കുമരുന്ന് ഒമാൻ കസ്റ്റംസ് വിഭാഗം ഡയറക്ടറേറ്റ് ജനറൽ പിടികൂടി. ലോഹ പൈപ്പിനുള്ളിൽ ഒളിപ്പിച്ചാണ് വലിയ തോതിൽ മയക്കുമരുന്ന് രാജ്യത്ത് എത്തിക്കാൻ ശ്രമം നടത്തിയത്. ഇവ പിടികൂടുന്നതിന്റെ ദൃശ്യങ്ങളും കസ്റ്റംസ് വിഭാഗം പുറത്തുവിട്ടിട്ടുണ്ട്. 2025-26 അധ്യയന വർഷത്തിലേക്കുള്ള ഫീസ് വർധന നേരത്തെ പ്രഖ്യാപിച്ച് സുഹാർ ഇന്ത്യൻ സ്കൂൾ KG മുതൽ 12ാം തരം വരെയുള്ള ക്ലാസുകളിലെ ട്യൂഷൻ ഫീ ഇനത്തിൽ പ്രതിമാസം 1.5 റിയാൽ വീതം അധികം ഈടാക്കും. അടുത്ത അധ്യയന വർഷം 18 റിയാലിന്റെ അധിക ബാധ്യതയാണ് ഇതുമൂലം രക്ഷിതാക്കൾക്കുണ്ടാകുക. വർദ്ധിപ്പിക്കുന്ന നിരക്കുകൾ പ്രകാരം KG ക്ലാസുകളിലും 1ാം ക്ലാസ്സിലും മാസാന്ത ഫീസ് 55 റിയാലായി ഉയരും. 2 മുതൽ 4 വരെ ക്ലാസുകളിൽ 59 റിയാലും 5ാം ക്ലാസ്സിൽ 63 റിയാലും 6 മുതൽ 8 വരെ 63 റിയാലും 9, 10 ക്ലാസുകളിൽ 68 റിയാലുമാണ് ട്യൂഷൻ ഫീസ് ഇനത്തിൽ മാത്രം നൽകേണ്ടി വരിക. +1, +2 ക്ലാസുകളിൽ സയൻസ് വിഭാഗത്തിൽ 77 റിയാലും IP കൂടാതെ സയൻസ് വിഭാഗത്തിൽ 73 റിയാലും കൊമേഴ്സ് വിഭാഗത്തിൽ 67 റിയാലും IP കൂടാതെ കൊമേഴ്സ് വിഭാഗത്തിൽ 63 റിയാലുമാണ് ട്യൂഷൻ ഫീസ്. സ്കൂളിൽ ട്യൂഷൻ ഫീസിനൊപ്പം അനുബന്ധ ഫീസുകളും നൽകേണ്ടതുണ്ട്. അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ നൽകേണ്ടി വരുന്ന ടേം ഫീസ് ഉൾപ്പെടെ ഇതിൽ ഉൾപ്പെടും. ഇതിനു പുറമെ മറ്റ് ആവശ്യങ്ങൾ കൂടി വരുന്നതോടെ അടുത്ത അധ്യയന വർഷം പഠനച്ചെലവ് വീണ്ടും ഉയരും. സ്കൂളിന്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും മെച്ചപ്പെട്ട പഠനാനുഭവങ്ങൾ വിദ്യാർത്ഥികൾക്ക് സമ്മാനിക്കുന്നതിനുമാണ് ഫീസ് വർധനയെന്ന് സ്കൂൾ അധികൃതർ പറയുന്നു. ഫീസ് ഇനത്തിൽ അർഹതപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നൽകി വരാറുള്ള ഇളവുകൾ തുടരുമെന്നും സ്കൂൾ പ്രിൻസിപ്പൽ അറിയിച്ചു. ഫീസ് വൈകുന്നതിന് ഓരോ മാസവും 1 റിയാൽ വീതം പിഴ ഈടാക്കുമെന്നും സർക്കുലറിൽ വ്യക്തമാക്കുന്നു. കുട്ടികളുടെ ഗതാഗത ഫീസ്, ഇടയ്ക്കിടെ ഈടാക്കുന്ന വ്യത്യസ്ത തരം ഫീസുകൾ എല്ലാം കൂടി ഒരു കുട്ടിയുടെ വാർഷിക വിദ്യാഭ്യാസ ചെലവ് 1.5 ലക്ഷം ഇന്ത്യൻ രൂപ കടക്കും. നിയന്ത്രണമില്ലാതെ ഫീസ് നിരക്കുയർത്താനുള്ള സുഹാർ ഇന്ത്യൻ സ്കൂളിന്റെ നീക്കത്തിനെതിരെ രക്ഷിതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്ത്യൻ സ്കൂൾ ബോർഡിന് പരാതി നൽകിയിട്ട് ഫലമില്ലെന്ന് രക്ഷിതാക്കൾ പറയുന്നു. കഴിഞ്ഞ വർഷവും ചില സ്കൂളുകളിലെ ഫീസ് വർധനയുമായി ബന്ധപ്പെട്ട പരാതികൾ ബോർഡിന് മുന്നിൽ എത്തിയിരുന്നെങ്കിലും വിദ്യാർത്ഥികൾക്ക് എതിരായും സ്കൂളുകൾക്ക് അനുകൂലമായിട്ടും ആയിരുന്നു ബോർഡ് നിലപാട്. അതേസമയം സ്കൂൾ കെട്ടിട നിർമ്മാണ ലീസ് കരാറിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്ന് ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡിന് കോടതി 9,94,659.200 റിയാൽ 20 കോടിയിലധികം ഇന്ത്യൻ രൂപ പിഴ വിധിച്ചിരുന്നു. ഈ തുക അടയ്ക്കേണ്ട സാഹചര്യത്തിൽ സ്കൂൾ ഫീസ് വർധനയുണ്ടാകുമെന്ന ആശങ്ക പങ്കുവച്ച് രക്ഷിതാക്കളും രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഫീസ് വർധനയുണ്ടാകില്ലെന്നാണ് ബോർഡ് ചെയർമാൻ രക്ഷിതാക്കളുടെ പ്രതിനിധികളോടും മാധ്യമങ്ങളോടും പറഞ്ഞിരുന്നത്. ഇതിന് വിപരീതമായാണ് നിലവിൽ ഫീസ് വർധന സർക്കുലർ ഇന്ത്യൻ സ്കൂൾ നൽകിയിരിക്കുന്നത്. മറ്റു സ്കൂളുകളിലും ഫീസ് വർധനയുണ്ടാകുമോ എന്ന കടുത്ത ആശങ്കയിലാണ് രക്ഷിതാക്കൾ. അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വൻ മയക്കുമരുന്ന് വേട്ട. രാജ്യത്തേക്ക് കടത്താൻ ശ്രമിച്ച 15 കിലോഗ്രാമിലധികം കഞ്ചാവ് പിടിച്ചെടുത്തതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. പ്രവാസിയാണ് വലിയ അളവിൽ മയക്കുമരുന്നുമായി മസ്കത്തിലെത്തിയത്. വിമാനത്താവളത്തിലെ കസ്റ്റംസ് വകുപ്പ് മയക്കുമരുന്ന് വിരുദ്ധ വിഭാഗം ഡയറക്ടറേറ്റ് ജനറലുമായി ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ആഫ്രിക്കൻ പൗരനിൽ നിന്ന് മയക്കുമരുന്ന് കണ്ടുകെട്ടിയത്. പ്രതിക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്നും പോലീസ് അറിയിച്ചു. ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഒമാൻ മാനേജ്മെന്റ് കമ്മിറ്റിയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഈ മാസം 28 വെള്ളിയാഴ്ച നടക്കും. ഒമാനിലെ പ്രവാസി ഇന്ത്യക്കാർക്കായുള്ള അംഗീകൃത കൂട്ടായ്മയായ സോഷ്യൽ ക്ലബ്ബ് ഭാരവാഹിത്വത്തിലേക്ക് ഇത്തവണ 24 പേരാണ് മത്സര രംഗത്തുള്ളത്. 5 പേരുടെ പത്രിക തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി. ഈ മാസം 12 ആണ് പത്രിക പിൻവലിക്കുന്നതിനുള്ള അവസാന തീയതി. 13-ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും. സ്ഥാനാർത്ഥി പട്ടികയിൽ 9 പേർ മലയാളികളാണ്. പുതുമുഖങ്ങൾ ഉൾപ്പെടെ ഇത്തവണ മത്സര രംഗത്തുണ്ട്. 323 പേർക്കാണ് വോട്ടവകാശമുള്ളത്.
2 വർഷത്തിൽ താഴെ മാത്രം അംഗങ്ങളായുള്ളവരും മാനേജ്മെന്റ് കമ്മിറ്റി യോഗങ്ങളിൽ മതിയായ പങ്കാളിത്തം ഇല്ലാത്തവരുടെ പത്രികയാണ് തള്ളിയിരിക്കുന്നത്. നിലവിലെ കമ്മിറ്റിയുടെ പാനലിനു പുറമെ മറ്റൊരു പാനൽ കൂടി ഇത്തവണ മത്സരരംഗത്തുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. കൂടുതൽ സ്ഥാനാർത്ഥികളും പാനലുകളും എത്തുന്നതോടെ ഇത്തവണ മത്സരം കൂടുതൽ ശക്തമാകുമെന്നുറപ്പാണ്. വോട്ടുറപ്പിക്കാൻ സ്ഥാനാർത്ഥികൾ ഇതിനോടകം തന്നെ ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് മാത്രമാണ് സ്ഥാനാർത്ഥികൾക്ക് പ്രചരണവും മറ്റും നടത്താൻ സാധിക്കുക. തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഫെബ്രുവരി 28 വൈകിട്ടോടെ ഫലമറിയാനാകും. പരാതിയുള്ളവരും റീകൗണ്ടിംഗ് ആവശ്യമുള്ളവരും 3 ദിവസത്തിനുള്ളിൽ അപേക്ഷ സമർപ്പിക്കണമെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നു. സൗദി അറേബ്യയിൽ ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനെ കുറിച്ചുള്ള നെതന്യാഹുവിന്റെ പ്രകോപനപരമായ പരാമർശത്തെ അപലപിച്ച് ഒമാൻ. രാജ്യത്തെയും അതിന്റെ പ്രാദേശിക സമഗ്രതയെയും കുറിച്ചുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനകളെ തള്ളുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. 1967 അതിർത്തികളെ അടിസ്ഥാനമാക്കി കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായി സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കണം. ഫലസ്തീൻ ജനതയുടെ നിയമാനുസൃത അവകാശങ്ങളെ പിന്തുണയ്ക്കുന്ന സുൽത്താനേറ്റിന്റെ ഉറച്ച നിലപാട് മന്ത്രാലയം ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു. സൗദി അറേബ്യയോടുള്ള പൂർണ്ണ ഐക്യദാർഢ്യം ഒമാൻ പ്രകടിപ്പിക്കുകയും രാജ്യത്തിനും അതിന്റെ പ്രദേശങ്ങളുടെ ഐക്യത്തിനുമെതിരെ ഇസ്രായേൽ പ്രധാനമന്ത്രി നടത്തിയ പ്രസ്താവനകളെ നിരസിക്കുകയുമാണെന്ന് പ്രസ്താവനയിൽ പറഞ്ഞു. ആർക്കൈവ്സ് ചരിത്ര ഡോക്യുമെന്റേഷൻ മേഖലയിൽ സഹകരണത്തിന് ഒമാനും ഇന്ത്യയും. ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ സഹകരണത്തിനായുള്ള എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിൽ ഇരു രാഷ്ട്രങ്ങളും ഒപ്പുവെച്ചു. രേഖകളുടെയും ആർക്കൈവുകളുടെയും നടത്തിപ്പിലും സംരക്ഷണത്തിലും സഹകരണം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന കരാറിൽ നാഷണൽ റെക്കോർഡ്സ് ആൻഡ് ആർക്കൈവ് അതോറിറ്റി ചെയർമാൻ ഡോക്ടർ ഹമദ് ബിൻ മുഹമ്മദ് അൽ ദ്വയാനിയും നാഷണൽ ആർക്കൈവ്സ് ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ അരുൺ സിംഘാളും ആണ് ഒപ്പുവെച്ചത്. ഒമാനിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ദാഖ്ലിയ ഗവർണറേറ്റിലെ ജബൽ അക്തർ വിലായത്തിൽ സന്ദർശകർ ഒഴുകിയെത്തി. 2024 2,36,029 പേരാണ് ജബൽ അക്തറിലെത്തിയതെന്ന് ദേശീയ സ്ഥിതിവിവര കേന്ദ്രം റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ വർഷം ജബൽ അക്തറിൽ എത്തിയവരിൽ 90,856 പേർ ഒമാൻ സ്വദേശികളായിരുന്നു. സൗദിയിൽ നിന്ന് 12,007 UAEയിൽ നിന്ന് 1,175 കുവൈത്തിൽ നിന്ന് 1,083 ബഹ്റൈനിൽ നിന്ന് 612 ഖത്തറിൽ നിന്ന് 653 സന്ദർശകരെത്തി. മറ്റ് അറബ് രാഷ്ട്രങ്ങളിൽ നിന്നായി 7,734 ഇതര രാഷ്ട്രങ്ങളിൽ നിന്ന് 83,509 സഞ്ചാരികൾ ജബൽ അക്തർ സന്ദർശിച്ചു. ജബൽ അക്തറിൽ 3 സ്റ്റാർ മുതൽ 5 സ്റ്റാർ വരെയുള്ള 20 ഹോട്ടലുകൾക്കാണ് അനുമതിയുള്ളത്. ഇതിൽ 9 ഹോട്ടലുകളും റിസോർട്ടുകളും ഉൾപ്പെടുന്നു. 2 ഹെറിറ്റേജ് ലോഡ്ജുകൾ, 8 ഗസ്റ്റ് ഹൗസുകൾ എന്നിവയും ജബൽ അക്തറിലുണ്ട്. 726 റൂമുകളാണ് ഇവയിൽ എല്ലാമായി ജബൽ അക്തറിൽ സഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ICC മെൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് ലീഗ് 2 ത്രിരാഷ്ട്ര ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഒമാന് തോൽവി. ആമിറാത്ത് ക്രിക്കറ്റ് അക്കാദമി ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ നമീബിയയോട് 23 റൺസിനാണ് തോൽവി വഴങ്ങിയത്. ആദ്യം ബാറ്റ് ചെയ്ത നമീബിയ 46.3 ഓവറിൽ 169 റൺസിന് എല്ലാവരും പുറത്തായി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഒമാന് 146 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഓപ്പണർമാരായ സാനെ ഗ്രീൻ, ജീൻ പിയറി കോട്സെ എന്നിവർ മികച്ച തുടക്കമാണ് നമീബിയക്ക് നൽകിയത്. എന്നാൽ ഇടയ്ക്കിടെ വിക്കറ്റ് വീഴുകയും ചെയ്തു. മാലാൻ ക്രിക്കർ, ജാൻ ബോൾട്ട് എന്നിവർ നടത്തിയ ചെറുത്തുനിൽപ്പാണ് നമീബിയക്ക് ഭേദപ്പെട്ട സ്കോർ സമ്മാനിച്ചത്. ഒമാനു വേണ്ടി സമയ് ശ്രീനിവാസ് 4, ഷക്കീൽ അഹമ്മദ്, സുഫിയാൻ മഹ്മൂദ് എന്നിവർ 2 വീതം വിക്കറ്റും എടുത്തു. ഇതോടുകൂടി വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.